വൈൽഡ് ലൈഫ് ട്രേഡ്, വന്യമൃഗങ്ങളുടെ കച്ചവടം. കാട്ടിൽ കിടക്കേണ്ട മൃഗങ്ങളെ പിടിച്ച് വീട്ടിൽ വളർത്തുക, പാമ്പിനെയും ഈനാമ്പേച്ചിയെയും മരപ്പെട്ടിയെയും ചുട്ടു തിന്നുക, കറി വെച്ച് കഴിക്കുക, വന്യജീവികളെ കള്ളക്കടത്ത് നടത്തുക. ഇതൊക്കെ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ്? അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ വൈൽഡ് ലൈഫ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ്? കാര്യം ഇത് നമ്മൾ പലപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇവിടെയാണെങ്കിൽ തന്നെ ഈ നമ്മളിപ്പോഴും വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട്, മറ്റേ 2 തലയുള്ള പാമ്പ്, അതുമായിട്ട് 2 പേരെ പിടിയിലായി. പിന്നെ ഓഫ് കോഴ്സ് ആനക്കൊമ്പ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്ത് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് നോക്കിയാൽ ഈ പാങ്കുലിൻ്റെ സ്കെയിൽസ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇപ്പം നമ്മൾ സാധാരണ സ്മഗ്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ വിച്ച് ഇസ് ബെനിഫിറ്റ് ഫോർ ദ ഹ്യൂമൻ, അതായത് ഒന്നെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ പണ്ട് സ്വർണം കടത്തുക, അല്ലെങ്കിൽ കാശ് കടത്തുക, ഇതൊക്കെയാണല്ലോ. ഈ ആനിമൽസിൻ്റെ ഇതെന്താണ് ഇങ്ങനെ ഇപ്പം ആനക്കൊമ്പ് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം, അത് അത്രയ്ക്ക് വിലപിടിപ്പുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഈ പാവപ്പെട്ട ഇതിനൊക്കെ എന്താണ് ഇത്രയ്ക്ക് വാല്യൂ വരാൻ കാര്യം? അത് ഈ വൈൽഡ് ലൈഫ് ട്രേഡിന് പല പല റീസൺസ് ഉണ്ട്. ഒന്നാമത് എക്സോട്ടിക് പെറ്റ്സ് ആയിട്ട്, അപ്പം കാട്ടിൽ നിന്ന് പിടിക്കുന്ന പല ജീവികളെയും നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്ന ഒരു സിസ്റ്റം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാണ് UAE-യിലും അമേരിക്കയിലൊക്കെ കടുവയും സിംഹത്തിനെയും അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു ഇത് കാണാം. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈൽഡ് ലൈഫ് നിയമങ്ങളിൽ വളരെ ലാസിറ്റി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിനേക്കാളും ഒത്തിരി നിയമങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം വളർത്താം. അപ്പോൾ ഈ മൃഗങ്ങളെ കാട്ടിൽ നിന്ന് പിടിച്ച് ട്രേഡ് ചെയ്യും അങ്ങോട്ട്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഒരു വലിയ സാധനമാണ് സ്റ്റാർ ആമ. കാണാൻ നല്ല ഭംഗിയുള്ള ആമകളിൽ വളരെ ഇതായിട്ടുള്ളൊരു ആമയാണ്. അപ്പോൾ ഈ ആമയെ വീടുകളിൽ ഇതായിട്ട് വളർത്താൻ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വളരെ ഡിമാൻഡുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ഇതിനെ പിടിച്ച് അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകും. അങ്ങനെ ഈ പല ജീവികളെയും പെറ്റ്സായിട്ട് വളർത്തുന്നതിന് അങ്ങനെ ഒരു ട്രേഡിങ് നമ്മുടെ ഇവിടെയും തന്നെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഈ ആമസോണിൽ കാണുന്ന ബേർഡ്സിനെയും ഒക്കെ, എക്സോട്ടിക് ബേർഡ്സിനെ ഒരുപാട് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഒന്ന് ഈ ഫാമുകളിൽ വളർത്തുന്ന ബേർഡ്സും ഉണ്ട്, അതിനേക്കാളും വളരെ ചീപ്പായിട്ട് ഇവിടുന്ന് കാട്ടിൽ നിന്ന് പോയി പിടിച്ചുകൊണ്ട് വരാൻ പറ്റും വൈൽഡ് ബേർഡ്സ്. അപ്പോൾ വൈൽഡ് ബേർഡ്സിൽ ഇപ്പോൾ ഇന്ത്യൻ വൈൽഡ് ലൈഫ് നിയമത്തിൽ ഇന്ത്യൻ മൃഗങ്ങൾ വളർത്തിക്കൂടാന്നേ ഉള്ളൂ, എക്സോട്ടിക് ആയിട്ടുള്ള വളർത്താം എന്ന് പറഞ്ഞ പോലെ വേറെ രാജ്യങ്ങളിൽ തിരിച്ചാണ് നിയമം. അപ്പോൾ വെളിയിൽ നിന്നുള്ള മൃഗങ്ങൾ നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഒന്ന് ഈ പെറ്റ് ആനിമൽ ട്രേഡായിട്ട് ഈ വൈൽഡ് ആനിമൽസിനെ ഉപയോഗിക്കും. രണ്ടാമത് ബുഷ് മീറ്റ്, അതായത് പലർക്കും ഒരു ആഗ്രഹം കാണും, ആനയുടെ ഇറച്ചി തിന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ക്രോക്കഡൈലിൻ്റെ ഇറച്ചി തിന്നാൽ കൊള്ളാം. അങ്ങനെ ഇതിൻ്റെ ഇറച്ചി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന് ആഗ്രഹത്തിന് കൊടുക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതിനെ കൊന്ന് ഇതിൻ്റെ മാംസ വിപണി എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ട്, ട്രേഡുണ്ട്. അപ്പോൾ അതിൻ്റെ റെയറിറ്റിയാണ് അതിൻ്റെ പ്രൈസ് കൂട്ടുന്നത്. അപ്പോൾ ഈ റെയറായിട്ടുള്ളൊരു മൃഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറേ ഈ മെഡിസിനൽ വാല്യൂസും കൂടെ ഒക്കെ കൂട്ടി അത് കഴിച്ചാൽ അങ്ങനെ ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വില കൂട്ടി അതൊരു ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അങ്ങനെ ഒരിക്കലും വരാൻ ഒന്നും തോന്നുന്നില്ല. അതെ, അതിലൊരു വലിയ കാര്യമുള്ളത് മൂന്നാമത്തെ ഇതിലേക്ക് വരാം. മൂന്നാമത്തത് ട്രഡീഷണൽ മെഡിസിൻ. പ്രത്യേകിച്ച് ചൈനയിലെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഈ പറയുന്ന മൃഗങ്ങളുടെ ഭാഗങ്ങൾക്കും സാധനങ്ങളും എല്ലാം ഇവരോരോ മെഡിസിനൽ വാല്യൂ കൊണ്ട് കാണിച്ചിട്ട് ഇതിൻ്റെ വിപണന മൂല്യം ഭയങ്കരമായിട്ടാണ്. ഈ പാവപ്പെട്ട ചൈനീസ് ആൾക്കാരെ ഈ കുപ്രചാരണം നടത്തി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന ഗുണമുണ്ട് എന്നുള്ളത് ഈ നമ്മുടെ മോഡേൺ മെഡിസിനിൽ എന്ത് കാര്യമാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാനില്ല. അപ്പോൾ ആസ്മയ്ക്ക് ഇത് കൊടുത്താൽ ഇതുണ്ട്, അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് തണുപ്പ് കൂടുതൽ പിടിച്ചു നിൽക്കാനായിട്ട് പാമ്പിൻ്റെ രക്തം കുടിച്ചാൽ ഗുണമുണ്ട് എന്നൊക്കെയുള്ള മിഥ്യാധാരണ ഒക്കെ ഇവരുടെ തലയിൽ അടിച്ചു കയറ്റി വെച്ചിട്ട് ആ ഒരു ബിലീഫ് കാരണം ഇത് കഴിക്കുന്നവരുണ്ട്. അതുപോലെ ഈ ചൈനീസ് മെഡിസിനകത്ത് ഇതിനകത്ത് ഒരു സയൻറ്റിഫിക്കായിട്ട് ഒരെണ്ണം പോലും പ്രൂവ് ചെയ്തിട്ടില്ല ഇത് ഇഫക്റ്റീവ് ആണെന്നുള്ളത്. സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം, നമ്മുടെ റൈനോസറസ്, നമ്മുടെ എന്തുകൊണ്ടാണ് കാസിരംഗയിലും നമ്മുടെ ഇന്ത്യൻ റൈനോസറസിനെ ഇത്രയും ആഫ്രിക്കയിലും ഒക്കെ കൊല്ലുന്നത്? അതിൻ്റെ കൊമ്പിന് വേണ്ടിയിട്ടാണ്. ഈ കൊമ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ടഫ്റ്റ് ഓഫ് ഹെയർ ആണ്. നമ്മുടെ തലമുടി പോലത്തെ ആ റൈനോസറസിൻ്റെ മുടിയെ പശ കൊണ്ട് അല്ലെങ്കിൽ ഫിക്സ് കൊണ്ട് ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു കൊമ്പാണത്. അതിൻ്റെ കണ്ടൻറ്റ് തന്നെ കെരാറ്റിനാണ് അല്ലെങ്കിൽ മുടിയാണ്. അപ്പോൾ ആ മുടിയിൽ നിന്ന്
റൈനോസറസിൻ്റെ കൊമ്പിൽ നിന്ന് മെഡിസിൻ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ജീവിയെ കൊല്ലുന്നത്. നമുക്കറിയാം ഈ മുടിയിൽ നിന്ന് അങ്ങനെ ഒരു മരുന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ബാർബർ ഷോപ്പ് ഏറ്റവും കൂടുതൽ ലോകത്തെ പണക്കാരായിരിക്കും. അപ്പോൾ ഈ കൊമ്പിന് വേണ്ടിയിട്ട് 70 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ റൈനോസറസിനും കൊന്നെടുക്കുന്നത്. അപ്പോൾ ഈ അന്ധവിശ്വാസത്തിൻ്റെയും ഇതിന് വേണ്ടിയിട്ട് ഇതൊരു ഒരു ഒരു മൾട്ടി മില്യൺ ട്രേഡിൻ്റെ ഭാഗമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും മൃഗങ്ങളുടെ പ്രോഡക്റ്റ് മൃഗങ്ങളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്.